ഡൽഹിയിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഡൽഹിയിലെ ഗീത കോളനിക്ക് സമീപമുള്ള റാണി ഗാർഡനിലെ ചേരികളിൽ തീപിടുത്തമുണ്ടായത്. വലിയ തീപിടുത്തം തന്നെയായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായത്. ഇവിടെ ഏതാണ്ട് 15ഓളം ചെറിയ കോളനികൾ ഉണ്ട്. അത് എല്ലാം തന്നെ താൽക്കാലിക ഷെഡുകൾ പോലെ നിർമ്മിച്ച പ്ലാസ്റ്റിക്കും മറ്റ് പ്ലാസ്റ്റിക് ഷീറ്റുകളും മറ്റും കൊണ്ട് നിർമ്മിച്ച ചേരികളാണ്. അതുകൊണ്ട് തന്നെ തീ അതിവേഗം പടരുകയായിരുന്നു. ഈ പ്രദേശത്തൊരു ആക്രി സാധനങ്ങൾ സംഭരിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഇവിടെ നിന്നാണ് തീ പടർന്നത്. അതിവേഗം തീ മറ്റിടങ്ങളിലേക്ക് പടരുകയായിരുന്നു. എന്തായാലും 8ഓളം ഫയർ എഞ്ചിനുകൾ എത്തിയാണ് ഈ മേഖലയിൽ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. ആർക്കും പരിക്കേൽക്കുകയോ മറ്റ് അപായങ്ങളോ ഈ തീപിടുത്തത്തെ തുടർന്ന് സംഭവിച്ചിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. ഈ തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായി ഇതേ സമയത്ത് ഈ കോളനിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നു ഉന്മേഷ്. അതേസമയം ഈ ഡൽഹിയിൽ SIRുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗം ഇന്നും തുടരുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഈ യോഗത്തിൽ രാജ്യവ്യാപക SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നത്. പ്രധാനമായും ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി SIR നടപ്പാക്കുമെന്ന് സെപ്റ്റംബർ 10 വിളിച്ച യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി ആവശ്യമായ പ്രാഥമിക മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നൽകിയിരുന്നു. ഇതിന്റെ പുരോഗതി വിലയിരുത്തലാണ് പ്രധാനമായും ഈ യോഗത്തിൽ നടക്കുന്നത്. നിലവിലുള്ള വോട്ടർ പട്ടിക അനുസൃതമായിക്കൊണ്ട് ഉള്ള പ്രാഥമിക പരിശോധന, വോട്ടർമാരുടെ മാപ്പിംഗ് നടപടികളാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇതോടൊപ്പം തന്നെ ഈ SIR നടപ്പാക്കുന്നതിൻ്റെയുള്ള ഘട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. പ്രധാനമായും വിവിധ ഘട്ടങ്ങളായി ഈ SIR രാജ്യവ്യാപകമായി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്. ഓരോ ഘട്ടത്തിനും 3 മാസത്തെ ഇടവേള എന്നുള്ളതാണ് പരിഗണനയിൽ. അത് പ്രത്യേകിച്ച് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങൾ പരിഗണനയിൽ ഉണ്ട് എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ആ ഇടങ്ങളിൽ SIR നടപടികൾ നീട്ടിവെക്കാനാണ് സാധ്യത. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.